ഹലോ, വെക്കേഷനായിട്ട് എന്താ പരിപാടി? ഇക്കാക്ക് വയനാട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളോടും പോരാൻ പറഞ്ഞു. അങ്ങനെ ദേ നമ്മൾ കാലത്ത് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികൾ ദേ അതിൽ കശുവണ്ടി ഉണ്ടെന്ന് നോക്കുകയാണ്. അങ്ങനെ ദേ നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇത് വന്നിട്ട് നല്ല നാടൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണേ. ഇതിൽ വന്നിട്ട് ദേ കണ്ടില്ലേ, ഇഡ്ഡലിയൊക്കെ നല്ല സ്മൂത്തായിട്ട് ഇത് ആട്ടുകല്ലിൽ അരയ്ക്കുന്നതാണ്. ദേ കണ്ടില്ലേ, ചട്നിയെല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ദേ നമ്മൾ കുറച്ച് ദൂരം എത്തിയപ്പോൾ വല്ലാത്ത വെള്ളം ദാഹം. അങ്ങനെ നമ്മളിത് ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ജ്യൂസല്ല, കരിമ്പിൻ ജ്യൂസ്. ദേ അപ്പോൾ നമ്മളെല്ലാവരും ഓരോ കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. പിന്നെ ദേ കുറച്ച് ഉപ്പിലിട്ടത് മഞ്ച്. നമ്മൾ ഇവിടം വരെ വന്നിട്ട് പിന്നെ ഉപ്പിലിട്ടത് വാങ്ങാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ദേ കുറച്ച് പൈനാപ്പിൾ, പിന്നെ അതുപോലെ തന്നെ മാങ്ങ, പിന്നെ ക്യാരറ്റ്, അതെല്ലാം കുറച്ച് ഉപ്പിലിട്ടത് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മൾ കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും നല്ല വിശപ്പ്. അങ്ങനെ നമ്മൾ ദേ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ദേ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ദേ ഇതാണ് സ്പെഷ്യൽ. ഇത് വന്നിട്ട് പപ്പക്കായ അച്ചാറാണ്. നല്ല മധുരം ഉണ്ടായിരുന്നു. ഇത് കഴിക്കാൻ വേണ്ടി ആളുകൾ വരുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ദേ 2 ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഒരു ചിക്കൻ പൊരിച്ചതും പിന്നെ കറി വെച്ച 2 ചിക്കൻ പീസും ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ദേ നമ്മൾ ബില്ല് ചെയ്ത് ഇറങ്ങുമ്പോഴേ 2 കപ്പലണ്ടി മുട്ടായി വേണം പറഞ്ഞിട്ട് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം എത്തിയപ്പോൾ നമുക്ക് ദേ ചായ കുടിക്കുന്ന സമയം. അങ്ങനെ ദേ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയതാണ്. ദേ ഒരു കടയിലെത്തി കുട്ടികൾക്കും ചായ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു പരിപ്പുവട വേണ്ട പറഞ്ഞിട്ട് ഞാൻ 2 പരിപ്പുവട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദേ മോൻ്റെ കണ്ണ് ദേ ഇതിലേക്കാണ് പോയത്. ദേ ഇത് കുർക്കുറെ പോലത്തെ എന്തോ സാധനമായിരുന്നു. അങ്ങനെ ദേ ഇത് 2 വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ അതെല്ലാം കുടിച്ച് കുറച്ച് ദൂരം എത്തുമ്പോഴേക്ക് ദേ നമ്മൾ താമരശ്ശേരി ചുരമെത്തി. ചുരം കയറി ഞങ്ങൾ ദേ ഇത്തവണ വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ കുറേ തവണ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചുരത്തിൻ്റെ ഈ സൈഡൊക്കെ എപ്പോഴും നല്ല തിരക്കുണ്ടാവും. പക്ഷേ ഇത്തവണ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദേ നമ്മൾ കയറിയിട്ടുണ്ട് താമരശ്ശേരി ചുരം. പിന്നെ ദേ നമ്മുടെ കരിന്തണ്ടനെയൊക്കെ കണ്ടു. അങ്ങനെ ദേ കുറച്ചൊക്കെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വന്ന് അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് ദേ കണ്ടില്ലേ, ഇത് വന്നിട്ട് വയനാട് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ബ്ലോക്കെല്ലാം കഴിഞ്ഞത് നമ്മൾ അങ്ങനെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ വയനാട് വന്നിട്ട് 2ാമത്തെ തവണയാണ് ഇതേ ഹോട്ടലിൽ തന്നെ താമസിക്കുന്നത്. കാരണം നല്ല സൗകര്യമുണ്ട്. നമ്മൾ ചില ഹോട്ടലുകളിൽ പോകുമ്പോൾ ഇതുപോലെ അത്രയ്ക്ക് സൗകര്യമൊന്നും ഉണ്ടാവില്ല. കാരണം ഇതുപോലത്തെ അലമാറകൾ, അതുപോലെ തന്നെ ഷെൽഫുകൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവും, വലിയ വലിയ ഹോട്ടലുകളിൽ ഉണ്ടാവും, പക്ഷേ ചെറുതിലൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇതിൽ അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട്. നമുക്ക് ഒരു 2-3 ദിവസത്തെ ട്രിപ്പിനാണ് നമ്മൾ വന്നതെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള നല്ല സൗകര്യമുണ്ട്. ഒരു അടിപൊളി ബെഡ് ഉണ്ട്. ഇതേ കണ്ടില്ലേ, ഒരു 3-4 പേർക്ക് ഏകദേശം കുട്ടികൾക്കും ഒക്കെ കൂടിയായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡാണ്. പിന്നെ ഇത് കണ്ടില്ലേ, കുറച്ച് ഷെൽഫുകൾ, ഒരുപാട് നമുക്ക് സ്പേസ് ഉണ്ട്. ഇതിലേക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. നമുക്ക് സാധനങ്ങൾ, കുട്ടികളുടെ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പേസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതിലും ഒക്കെ നമുക്ക് ഒത്തിരി സാധനങ്ങൾ വെക്കാൻ പറ്റും. പിന്നെ ഇത് ഇവിടെ ഒരു ടി വി ഉണ്ട്. ടി വി പക്ഷേ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ടി വി കാണാത്തതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ ഇത് ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമിൽ നല്ല സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് ചുടുവെള്ളമുണ്ട്. ഞാൻ 1-2 ഹോട്ടലുകളിൽ ഇതുപോലെ വയനാട് വരുന്ന സമയത്ത് താമസിച്ചപ്പോൾ ചുടുവെള്ളം ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാത്രിത്തെ ഫുഡ് വന്നിട്ടുണ്ട്, ഇടിയപ്പും പൊറോട്ടയും ചിക്കനും. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായി പിന്നെ വരും. ടാറ്റ ബൈ ബൈ, സീ യു.